എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഒരു കൂടുതലായിട്ട് വരുന്ന ഒരു ദോഷമാണ് ശത്രുദോഷം, അല്ലെ? ഏതൊരു ക്ഷേത്രത്തില് ശത്രുദോഷത്തിന് വഴിപാട് കണ്ടാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ കഴിക്കുന്ന ആ ഒരു പുഷ്പാഞ്ജലിയാണ് ശത്രുദോഷം. നമുക്ക് ശത്രുദോഷം ഉണ്ടോ? ഇല്ലെങ്കിൽ ജോത്സ്യന്റെ അടുത്ത് പോകുമ്പം ജോത്സ്യം പറഞ്ഞ് ശത്രുദോഷമാണ്, എനിക്ക് 12 പാത്രം ഗുരുതി എഴുതി തന്ന്, ഇല്ലെങ്കിൽ സുദർശന ഹോമം, അഹോര ഹോമം, നമ്മൾ ഈ പറയുന്ന ചൊവ്വ വെള്ളികളി ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി, പിന്നെ കുറെ ഇഷ്ടംപോലെ ഐറ്റംസ് എല്ലാം ചെയ്തിട്ടും നമുക്ക് ശത്രുദോഷത്തിനൊരു ശമനം കിട്ടുന്നില്ല. അപ്പൊ എന്താണ് ഈ ശത്രുദോഷം? എന്താണ് ഈ പറയുന്ന ദോഷങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും നമുക്ക് ശത്രുദോഷം കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ എന്തുകൊണ്ട് വരുന്നത്? നമ്മൾ ഈ നോക്കുമ്പം ശത്രുക്കൾ കൂടുന്നല്ലാതെ കുറയുന്നില്ല. അതിന്റെ കാര്യം എന്താണ്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു കാർ മേടിച്ച്, അപ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള കൂട്ടുകാരുണ്ടാകും, ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യമായിട്ടൊരു കാർ മേടിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ചിലവും കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. ഞാൻ കാർ മേടിച്ച്. ഞാനൊരു രണ്ടാമത്തെ ഒരു കാർ മേടിക്കുമ്പോൾ അവന് രണ്ടാമത്തെ കാർ മേടിച്ച്, ചെറുക്കം കൊള്ളാലോ, അവന് നല്ല പൈസയല്ലേ. അങ്ങനെ ഒരു 10 പേര് പറയുമ്പം ആ 10 പേരുടെ നെഗറ്റീവ് എനർജി നമ്മുടെ തലയ്ക്കകത്ത് വന്ന് നിൽക്കും. അപ്പോൾ ചില ആൾക്കാർ പറയത്തില്ല, നമുക്ക് ഭയങ്കര തലവേദന, അത് പ്രാക്കടിക്കുമെന്ന് പറയും. അങ്ങനെ ഒരു 100 പേര് പറഞ്ഞാൽ മതി. ഇപ്പം എനിക്ക് ഒത്തിരി ബന്ധുക്കളുണ്ട്, എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പം ഞാൻ ഉടനെ ഒരു കാറ് മേടിച്ചിട്ട് രണ്ടാമത്തെ കാറ് മേടിക്കുമ്പോഴത്തേക്ക് പറയും, അവൻ വേറെ കാറ് മേടിച്ചു, അവന് ഭയങ്കര പൈസയില്ലേ, അവന് സാമ്പത്തികം ഉണ്ട്, ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഭയങ്കര ജോലിയാണ്, 2 കാറ് മേടിച്ചിട്ട് ഞാൻ 3ാമത്തെ കാറ് മേടിക്കും. അങ്ങനെ ചില ആൾക്കാർ നമ്മൾ കാറ് കൊണ്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പറയും, നമ്മളൊരു വിവാഹ ഫംഗ്ഷന് ചെന്ന് അവൻ്റെ 2 കാറ് മേടിച്ച്, ഭയങ്കര പൈസയല്ലേ, ഇനി അവർക്ക് തന്നെ വളരെ ആജീവകമാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാർ പറയുമ്പോൾ ആ ഒരു പറയുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ തലയ്ക്കകത്തടിക്കും. അപ്പോൾ നമുക്ക് തലവേദന ഉണ്ടാകും. അത് നമ്മൾ ഈ ഡോക്ടറെയൊക്കെ കാണിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തലവേദന മാറും. പിന്നെ ഗുളികയുടെ എഫക്റ്റ് മാറുമ്പോൾ വീണ്ടും അത് പ്രാക്ക് പോലെ നമുക്ക് അടിക്കും. അതിനെയാണ് ഈ ശത്രുതാ മനോഭാവം എന്ന് പറയുന്നത്. പിന്നെ വേറെ ശത്രുദോഷം എന്ന് പറഞ്ഞത്, നമ്മളൊരു സ്ഥലം മേടിക്കുമ്പം ചില ആൾക്കാർ അത് നോട്ട വിട്ട വെച്ചായിരിക്കും. നമ്മൾ സ്ഥലം മേടിച്ച് വീട് കണ്ട അവരുടെ വീട് പണി പെട്ടെന്ന് പണിത്, അവർക്ക് കാശുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ട്, അങ്ങനെ കുറേ പേര് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്കാണ് ബാധിക്കുന്നത്. അതാണ് ശത്രുതാ മനോഭാവം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൈരാഗ്യ ബുദ്ധികളുണ്ട്. വൈരാഗ്യ ബുദ്ധികൾ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഇടി തന്ന്, അല്ലെങ്കിൽ ആ വ്യക്തി ഉപദ്രവിച്ച്, അപ്പോൾ ആ ഒരു വ്യക്തി എന്ത് വിചാരിക്കും? ജീവിതകാലം മുഴുവനും നമ്മളെ ഇടിച്ച ആ ഒരു വ്യക്തി, അപ്പം ഞാനൊരു ഇടി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായി, അവർ മനസ്സിൽ കൊണ്ടു നടക്കും ആ ഒരു വൈരാഗ്യം. ചിലവർ അവസരം വരാൻ കാത്തു നിൽക്കും, പക വീട്ടും. അതാണ് ശത്രുതാ വൈരാഗ്യം. അപ്പം അവരുടെ ശത്രുത മാറാൻ വേണ്ടിയാണ് നമ്മൾ ദേവിയോട്, അതായത് 2 കൂട്ടുകാർക്കും ഐക്യമധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ശത്രുതാ സംഹാരം കഴിക്കുന്നത്. അല്ലാതെ ശത്രുവിന് ഈ പറയുന്ന ദോഷങ്ങൾ വരാൻ വേണ്ടിയല്ല നമ്മൾ ഈ പറയുന്ന അമ്പലങ്ങളിൽ വഴിപാട് ചെയ്യുന്ന ശത്രുദോഷത്തിന്. അതായത് നമ്മൾ ആരെങ്കിലായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ 2 വ്യക്തികളുടെ നിന്നും വൈരാഗ്യങ്ങൾ മാറി അവർ വീണ്ടും പഴയതുപോലെ സ്നേഹമായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശത്രുതാ സംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരാളായിട്ട് വഴക്കുണ്ടായിട്ട് പറയുമോ, ദൈവമേ അവൻ ഇങ്ങനെ തന്നെ വരണമെന്ന് പറയുവാണെങ്കിൽ അവൻ അത് സംഭവിക്കണം, ഇത് സംഭവിക്കണം, ശത്രുത പുഷ്പാഞ്ജലി കൊണ്ട് അത് നടക്കുന്ന കാര്യമില്ല. അത് എല്ലാ ഭക്തജനങ്ങളും ഒന്ന് തിരിച്ചറിയണം. അതായത് നേരത്തെ നമ്മൾ എങ്ങനെ സ്നേഹമായിട്ട് കഴിഞ്ഞാൽ അതേപോലെ വീണ്ടും സ്നേഹമായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അവരോടുള്ള വൈരാഗ്യങ്ങൾ മാറി നമ്മൾ അവരായിട്ട് പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും കൂടി കഴിയാൻ വേണ്ടിയുള്ള പുഷ്പാഞ്ജലിയാണ് ശത്രുതാ സംഹാര പുഷ്പാഞ്ജലി. ഗുരുതി കാര്യങ്ങൾ, ഗുരുതി കൂടുതൽ ചെയ്യുന്ന ബാധാദോഷങ്ങൾ, അതായത് ശത്രുക്കൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആഭിചാര ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവിനെ അടിച്ചു കളയുന്നതാണ് നമ്മൾ ഗുരുതി പുഷ്പാഞ്ജലി എന്ന് ഉദ്ദേശിക്കുന്നത്. ശത്രുവിന് ദോഷം വരുത്തുന്ന കാര്യങ്ങളല്ല ഗുരുതിയും ഗുരുതി പുഷ്പാഞ്ജലി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഗുരുതി പുഷ്പാഞ്ജലി 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും ചെയ്യുന്നവരെ എനിക്കറിയാം. അവരെന്ത് ചെയ്യും? കരിക്കിനകത്ത് ചെയ്യും. കരിക്കിനകത്ത് ചെയ്തിട്ട് ഈ 30 ദിവസം ഈ കരിക്കിനകത്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ട് കുഴിച്ചുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഗുരുതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചുണ്ണാമ്പ് കലക്കി ഈ പറയുന്ന മഞ്ഞൾ ദേവിക്ക് രക്തം കൊണ്ട് അർച്ചന നടത്തുമെന്ന് പറയും, രക്താർച്ചന. അത് നല്ല ഒരു നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ശത്രുതാ സംഹാരം കിട്ടുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഭക്തജനങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ
വഴക്കിട്ടവർ വീണ്ടും പിണങ്ങി ഇണക്കാൻ വേണ്ടിയാണ് നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ശത്രുത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് ഈ ദോഷങ്ങൾ ഈ പറയുന്ന പ്രാക്കടിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള തലവേദനകൾ, വീട്ടിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം വരാം. അതിനെ എങ്ങനെ മാറ്റാമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കൊരു നാളികേരം കൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് തേങ്ങ ഉടച്ച് വിഘ്നങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തൊക്കെ ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കൂടുതൽ തലവേദനകളും ബുദ്ധിമുട്ടുകളും ശരീരങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ശരീരത്തെ ഭയങ്കര വേദനകൾ, നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഗുളികയുടെ എഫക്റ്റ് പറയുമ്പോൾ വീണ്ടും അസുഖങ്ങൾ വരിക, വീണ്ടും നമ്മൾ ഡോക്ടറെ കാണിക്കും. അങ്ങനെയൊക്കെ ഈ പറയുന്ന കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ തലയ്ക്കൊഴിഞ്ഞ നാരങ്ങ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ട് വെച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ വീട്ടിൽ നാമം ചെല്ലുക. അതേപോലെ തന്നെ കൂടുതലായിട്ട് രോഗങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ തന്നെ കാണണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ശത്രുതാ മനോഭാവത്തിന്റെ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇനിയെങ്കിലും ശത്രു സംഹാര മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധയോടെ ചെയ്യുക. നമ്മൾ ഇണങ്ങി വഴക്കിട്ട ആൾക്കാർ പരസ്പരം ഇണങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലി, അതായത് രണ്ട് കൂട്ടരുടെ ശത്രുതാ മനോഭാവം മാറി അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ മിണ്ടും, അത് ഉറപ്പാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.